ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറന്നത് മുതൽ എന്തെല്ലാം ചേഞ്ച് ആണല്ലേ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. 4 മണിക്ക് എഴുന്നേൽക്കുന്നത് വേറൊന്നിനുമല്ല, മോൻ 6 മണിക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ വർഷം മുതൽ 4 മണിക്ക് എഴുന്നേറ്റ് പാചകമൊക്കെ തുടങ്ങുന്നത്. അവൻ രാവിലെ പോയാൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് പോവും. പിന്നെ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൊടുത്തു വിടണം. ഒന്നേൽ കഴിച്ചിട്ട് പോവാം, പക്ഷെ അവരുടെ റെഡിയാകലൊക്കെ കാരണം കുറച്ച് താമസിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനങ്ങ് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്ലാന് പുട്ടും പയറും പപ്പടവും ആണ് കേട്ടോ. പിന്നെ ചോറ് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോഴേ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. 4 മണിക്ക് എഴുന്നേറ്റു എന്ന് പറഞ്ഞാലും കിച്ചണിലേക്ക് വരുന്നത് ഒരു 4:30 കഴിഞ്ഞിട്ടാണ്. 4:30-ക്കോ 5-നോ ഇടയ്ക്കേ വരുള്ളൂ കേട്ടോ. അതുവരെ ബാക്കി നമ്മളൊന്ന് റെഡിയാവാനായിട്ട് കുറച്ച് സമയം എടുക്കണമല്ലോ. അത് പലരും പല രീതിയിലായിരിക്കും. ചിലരൊക്കെ മെഡിറ്റേഷൻ ചെയ്യും, പ്രാർത്ഥനയും അങ്ങനെയൊക്കെ എന്തെങ്കിലും. ഞാൻ ഇപ്പോൾ ഒരു 4:30 കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നിരിക്കുന്നത്. ആ സമയത്തേക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്, അതിൽ പൊടിയിട്ടു. ആ കൂടെ തന്നെ നമുക്ക് തണുക്കാനായിട്ട് വെള്ളം മാറ്റി വെക്കാം. തലേ ദിവസം തന്നെ വെള്ളം തിളപ്പിച്ചൊന്നും വെക്കാറില്ല കേട്ടോ, രാവിലെ തന്നെയാണ് തിളപ്പിക്കുന്നത്. അതാകുമ്പോൾ ചെറിയ ചൂടോട് കൂടി വെള്ളം കൊടുത്തു വിടാമല്ലോ. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊന്ന് തണുക്കും. അപ്പോൾ ഇപ്പോൾ തണുപ്പുള്ള സമയമല്ലേ, അപ്പോൾ ചെറിയ ചൂടുവെള്ളം കൊടുത്തു വിടുന്നതാണ് നല്ലത്. ചൂടുവെള്ളം ടേബിളിലേക്ക് വെക്കാൻ പോയ സമയത്ത് ഫ്രിഡ്ജിൽ തോരൻ അരിഞ്ഞത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ എടുത്തുകൊണ്ടാണ് വന്നത്. തോരനാണെങ്കിൽ പയറാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിനുള്ള തേങ്ങ ഒന്ന് അരച്ച് ചേർക്കണം, ഒന്ന് ചതച്ചിടാം. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയാണ് അരയ്ക്കുന്നത്. ഉള്ളിയാണെങ്കിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ വേറെ ഉള്ളി ഇതിൻ്റെ കൂടെ അരച്ചിട്ടില്ല. അരപ്പൊന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോഴേക്കും അതിലേക്ക് പയറിട്ട് കൊടുക്കാം. പയറും ഉള്ളിയും ഉണ്ട് കൂടെ. അതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ചോറ് തിളപ്പിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പം പയറും തോരനും ഓരോ അടുപ്പിലിരുന്ന് വേവുന്നുണ്ട്. ഈ സമയം തന്നെ നമുക്ക് പുട്ടിനുള്ള മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി മാറ്റി അടച്ചു വെക്കുക കേട്ടോ. കാരണം കുറച്ച് സമയം എടുക്കുമല്ലോ, ഒരു 10 മിനിറ്റോളം വേണം അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ. നെകക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് തോരനും കൂടെ ഇളക്കി കൊടുക്കാം, അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വേവുന്ന ഇടവേളകളിൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വെക്കുന്നുണ്ട്. കാരണം പയറിന് നമുക്ക് താളിക്കണം, കറി വെച്ചാൽ താളിക്കണം, എല്ലാത്തിനും ഉള്ളിയൊക്കെ വേണമല്ലോ. അപ്പോൾ വേഗം അത് പൊളിച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെക്കാം, വെളുത്തുള്ളി അരിഞ്ഞ് വെക്കാം. അപ്പോൾ അതാ പയറ് വെന്തിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. കൂടുതലും ഇല്ല കുറവും ഇല്ല വെള്ളം. കുതിർത്ത പയറാകുമ്പോഴേ ചിലപ്പോൾ വെന്ത് പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു. ആദ്യം നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വേവാൻ വേണ്ടി വെച്ചതാണ്. പയറ് താളിക്കുന്നതിന് മുന്നേ തന്നെ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് പപ്പടം അങ്ങ് വറുത്ത് മാറ്റാം. പപ്പടം വറുത്തിട്ട് അത് എണ്ണയിൽ തന്നെ നമുക്ക് പയറും കൂടെ താളിച്ചെടുക്കാമല്ലോ. ഈ സമയമായപ്പോഴേക്കും എൻ്റെ പ്ലാനിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പുട്ടും പയറും പപ്പടവും ആകുമ്പം രാവിലെ മോന് കൊടുത്തു വിട്ടാൽ അത് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് അവൻ അങ്ങനെ പയറ് കൊടുത്തു വിടുന്നത് ഇഷ്ടമല്ല, അവന് കടലയാണ് ഇഷ്ടം. അപ്പോൾ കടല കുതിർത്തത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ഒരു ദിവസം മുന്നേ വെച്ച കറിയുടെ ബാക്കി. കറിയല്ല, പയർ കുതിർത്ത് വെച്ചത്. അപ്പോൾ അതെടുത്ത് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അങ്ങ് കറിയാക്കാമെന്ന്. അപ്പോൾ കടല സെപ്പറേറ്റ് ഒരു കറി ഉണ്ടെങ്കിൽ ഈ പയർ എല്ലാവർക്കും ചോറിനും കൊടുത്ത് വിടാമല്ലോ. തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. പയറിനുള്ള ഉള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് പയറും കൂടി ഇട്ടിട്ട് നമുക്ക് മാറ്റാം. തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല പയറിൽ, വെറുതെ താളിച്ചാണ് എടുക്കുന്നത്. ആ പുറകെ തന്നെ കടലയും കൂടെ നമുക്ക് കുക്കറിൽ വെക്കാം. ആ സെയിം കുക്കർ തന്നെയാണ് കഴുകി എടുത്തിരിക്കുന്നത്. അടുപ്പിലേക്ക് കടല വേവിക്കാൻ വെക്കാം. അതങ്ങോട്ട് വെച്ച് വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ പുട്ടും കൂടെ ആക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് പുട്ടടുപ്പത്തേക്ക് വെക്കാം. ഇപ്പോൾ 6:30 ആവാറായിട്ട്, 6 മണി കഴിഞ്ഞു. അപ്പോൾ അവനിപ്പോൾ പോകാൻ വേണ്ടി റെഡിയായിട്ട് വരും. അതിന് മുന്നേ പുട്ടും കടലയും ഒക്കെ ആക്കിയാൽ അതങ്ങ് കൊടുത്തു വിടാമല്ലോ. മോനപ്പോൾ ഇന്ന് ചോറിന് ഞാൻ വിചാരിച്ചു കടല തന്നെ കൊടുത്തു വിടാമെന്ന്. ഞാൻ രാവിലെ വിചാരിച്ചത് പുട്ടും പയറും അത് തന്നെ രാവിലെ ഉച്ചയ്ക്കത്തേക്കും കൊടുത്തു വിടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ ചോറൊക്കെ ആയല്ലോ, അപ്പം കറി കടല തന്നെ മതിയെന്ന് അവൻ പറഞ്ഞു, ചാറ് കറി. അപ്പോൾ അത് കൂട്ടി ചോറ് തന്നെ ഉച്ചയ്ക്കത്തേക്ക് കൊടുത്തു വിടാം. അപ്പം ബാക്കിയുള്ളവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെള്ളരിക്ക, തക്കാളിപ്പഴം, മുരിങ്ങയ്ക്ക ഇതെല്ലാ കഷ്ണങ്ങളും കൂടി ഇട്ട് തേങ്ങ അരച്ചൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം അരിഞ്ഞ് പുട്ടൊക്കെ ആക്കി വരുമ്പോഴേക്കും എന്താ കടല വെന്തിട്ടുണ്ട്. വേഗം കടലയും കൂടെ താളിച്ചിട്ട് മോന് കഴിക്കാൻ വേണ്ടി കൊടുക്കാം. ഇനിയിപ്പോൾ ചോറ് വിളമ്പാട്ടോ. കറി വിളമ്പി ഇനി ചോറിൻ്റെ കൂടെ പയർ ഉലർത്തിയതും ഇത് മാത്രം ഇങ്ങനെ വെക്കാൻ ഇതിൽ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കൂടെ കുത്തി നിറച്ച് വെച്ചാൽ അവൻ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ തോരന് വേറൊരു പാത്രത്തിലേക്കാണ് വിളമ്പിയത്. ഇനിയിപ്പോൾ പുട്ടും കടലയും കൂടെ സെപ്പറേറ്റ് എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞ് കൊടുത്തു വിടാൻ വേഗം. എപ്പോഴത്തെ പോലെ തന്നെ ഇതാ ഇടയ്ക്കൊന്ന് കറണ്ട് പോയി ഒരു 5 മിനിറ്റ് എടുത്തിട്ടോ തിരിച്ച് വരാൻ വേണ്ടി. ആ സമയത്താണ് പിന്നെ കടലക്കറിയും കൂടെ വിളമ്പിയിട്ട് വേഗം കൊടുത്തു വിടാം.
പിന്നെ വേഗം തന്നെ നമുക്ക് അരച്ച് ചേർക്കാനുള്ള കറി വെച്ചിട്ടുണ്ടല്ലോ, വെള്ളരിക്കയൊക്കെ കൂടി. അപ്പോൾ അതിനുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ അരയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു മോളെ കൂടെ പോയി വിളിക്കാൻ. ഇനിയിപ്പോൾ അവരെ വിളിച്ച് റെഡിയാക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ വേഗം കറിയെല്ലാം റെഡിയാക്കിയാൽ പിന്നെ അധികം വഴക്കില്ലാതെ ഇവരെ അങ്ങ് പറഞ്ഞു വിടാം. മോക്കാണെങ്കിൽ ഞാൻ രാവിലെ ചെന്ന് എടുക്കണമെന്നൊക്കെ ഒരു നിർബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ കറി ചേർത്ത് കഴിഞ്ഞിട്ട് താളിച്ചിട്ടില്ല, അരച്ച് വെച്ചിട്ട് മോളെ വിളിക്കാൻ വേണ്ടി പോയി. പിന്നെ വേഗം ഇങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഒന്ന് പറയണം, എല്ലാം ഒന്ന് ചെയ്യുക, വേഗം വേഗം ചെയ്യും, സ്കൂളിൽ പോകണം, ഇങ്ങനെ നമ്മളൊന്ന് സ്പിരിറ്റ് കയറ്റി കൊടുത്താൽ വേഗം അങ്ങ് ചെയ്തോളും കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്ന് പാത്രത്തിൽ നിന്നുള്ള ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ഒഴിച്ചു വെച്ചു, ചെറിയ പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ചു. ഇനി കറി താളിക്കാനുള്ളതും കൂടെ താളിച്ചാൽ മതി. അധികം പാത്രങ്ങളൊന്നും കഴുകാനില്ല, ഞാൻ അപ്പോഴപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ കഴുകി വെക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് അത് അത്രയും മെസ്സിയായിട്ടൊന്നും കിടക്കുന്നില്ല. ഇപ്പോൾ അച്ഛൻ ട്യൂഷന് മോനെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവനെ സ്കൂളിലേക്ക് ആക്കുന്നത് അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അവരാണ് കൊണ്ട് സ്കൂളിൽ വിടുന്നത്. അപ്പോൾ ഇനി വിളിക്കാൻ വേണ്ടിയൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒഴിച്ച് കൂട്ടാനുള്ള കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. മോരിപ്പം കുറച്ച് നാളായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും ജലദോഷവും തുമ്മലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മോര് അധികമായിട്ട് മേടിക്കുന്നില്ല. അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ അതായിരുന്നു ഇഷ്ടം. ഇപ്പം സമയം ഒരു 7:15 ആയിട്ടുണ്ടേ, അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ട്. ഇപ്പം എടുത്ത പാത്രങ്ങളും കറി താളിച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ രാവിലെ ആ ട്രേക്കകത്തുനിന്ന് ഞാൻ പാത്രങ്ങളൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു. കാരണം അതിൽ കൂടുതലും മക്കൾക്ക് ചോറ് കൊണ്ടാനുള്ള പാത്രങ്ങളും അതൊക്കെ കഴുകി വൈകുന്നേരം വെച്ചതാണ്. അപ്പോൾ അത് വെള്ളം തോർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അത് വിളമ്പിയിട്ട് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ മാറ്റിയിട്ട് കഴുകുന്നത് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ പിള്ളേരുടെ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി കിടക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് നീറ്റാക്കാം. ഈ സമയത്ത് രണ്ടുപേരും എഴുന്നേറ്റ് വന്നിട്ട് ആ ഷൂ തുടയ്ക്കുകയാണ് കേട്ടോ. പോളിഷാണ്, അതിൻ്റെ അറ്റത്തുള്ള പഞ്ഞി പോലത്തെ സംഭവമൊക്കെ അങ്ങ് ഒടിഞ്ഞു പോയി കേട്ടോ. പിന്നെ ഒരു തുണി ഞാൻ കൊടുത്തു, ആ തുണിയിലേക്ക് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്ന്. അപ്പോൾ തലേദിവസത്തെ കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര കുറച്ച് വെച്ചാലും ചോറ് ബാക്കി വരും. അപ്പോൾ അതും കൂടെ ആ കൂടെ തന്നെ രാവിലെ തന്നെ അങ്ങ് തിളപ്പിച്ച് വെച്ചേക്കാം. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കി. ഇനി തോരന്, പയറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം മാറ്റി ചട്ടിയെല്ലാം കഴുകി വെക്കുക. അപ്പോൾ ആ ചട്ടി ഒന്ന് കുതിരാൻ വേണ്ടി ഞാൻ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട്. അപ്പം കഴുകാനുള്ളതൊക്കെ ഒരുവിധം ഒന്ന് കഴുകി ഒന്ന് തുടച്ച് മാറ്റിയിട്ട് നമുക്ക് മക്കൾക്ക് ചോറ് വിളമ്പാം. എല്ലാ ദിവസവും ഈ സെയിം ഒരു റുട്ടീനാണോ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ചിലപ്പോൾ 4 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേക്കും. ഇന്നിപ്പോൾ എൻ്റെ ഒരു പ്ലാനിങ് എങ്ങനെയാണോ, പുട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേഗം വേഗം വെക്കാൻ പറ്റി. പിന്നെ 8 മണിക്ക് മുന്നേ തന്നെ 7:30 ആകുമ്പോൾ തന്നെ എല്ലാ പണിയും ഒതുക്കി കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിലെ ഒരുവിധം പരിപാടിയൊക്കെ കഴിയും. കുക്കിങ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിടണം. ഇതാ നല്ല പപ്പടക്കൊതിയനാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. അവൻ കുറേ നേരമായിട്ട് അവിടെ നോക്കി നിൽക്കുക, എന്നിട്ട് ഞാൻ കാണാതെ വന്ന് കടിക്കുന്നത് കണ്ടോ. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മുറിച്ച് കൊടുത്തു വിട്ടേ. അപ്പോൾ അപ്പോഴേ പറഞ്ഞു ഉച്ചയ്ക്കത്തേക്ക് ഇത് ഇത്തിരി വെച്ചേക്കണേ അമ്മേന്ന്. പിന്നെ മക്കളുടെ ഡ്രസ്സ് തേക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ എൻ്റെ ഡ്യൂട്ടി അല്ല കേട്ടോ, അതൊക്കെ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണ്. ഡ്രസ്സൊക്കെ തേച്ച് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് കിച്ചണിൽ ബാക്കി ക്ലീൻ ചെയ്യാനുള്ളതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. കാരണം 8 മണിയാണ് ഞാനൊരു സമയം വെച്ചിരിക്കുന്നത് മക്കളെ കുളിപ്പിക്കാൻ വേണ്ടി. 8 മണിക്ക് മുമ്പ്, അപ്പോൾ ഇന്നെല്ലാം ജോലിയും തീർന്നത് കൊണ്ട് 8 മണിക്ക് മുന്നേ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ മക്കളെ പോയി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ കുളിപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടി കൊടുത്ത് അവിടെ എത്തിയേക്കാണ്. ആ സമയത്താണ് ഞാനിപ്പോൾ ചോറ് വിളമ്പുന്നത്. അപ്പം നമ്മൾ കണ്ട കറികളൊക്കെ തന്നെയാണ്: ചോറ്, പയറ് തോരൻ, പിന്നെ പയറ് ഉലർത്തിയത്, പിന്നെ അച്ചാറ് കറി, പപ്പടം. ഇത്രയാണ് ഇവർക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ പുട്ടും കടലയും കൂടെ ആയതുകൊണ്ട് അവർക്ക് കഴിക്കാൻ ഒരിത്തിരി പാടായതുകൊണ്ട് കഴിക്കാൻ വേണ്ടി കൊടുക്കാനായിട്ട് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 പേർക്കും ലഞ്ചൊക്കെ എടുത്ത് വെച്ചു. ഇനി സ്നാക്സ് ആയിട്ട് ഞാനൊരു പഴമാണ് വെച്ച് കൊടുത്തത് കേട്ടോ, ഒരു പൂവൻപഴം. നമുക്ക് നല്ല ഇഷ്ടമാണ്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അവരുടെ ലഞ്ച് ബാഗിലേക്ക് എടുത്ത് വെച്ചിട്ട് അവരുടെ പാക്കിംഗ് അങ്ങ് കഴിയും. അത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമല്ലേ, പിന്നെ ഒന്ന് റെഡിയാക്കി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം കൂടെ കിട്ടും ഇതിൻ്റെ ഇടയിൽ. ഈ സമയത്ത് അവർ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മോളെ ഒന്ന് റെഡിയാക്കാനാണ് എനിക്കുള്ളത്. മോൻ്റെ കാര്യം പിന്നെ കുഴപ്പമില്ല, വേറെ മുടിയൊന്നും കെട്ടാനില്ലല്ലോ. അപ്പോൾ മോന് ജലദോഷം ഉള്ളതുകൊണ്ട് അവന് മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. മറക്കാതെ തന്നെ രാവിലെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അതങ്ങ് വിട്ടുപോകും. ഇനിയിപ്പോൾ മോളിത് ഇങ്ങനെയാണ്, ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്റ്റെപ്പ് എടുത്തുകൊണ്ടിരിക്കും.
ഇനിയിപ്പോൾ മോളുടെ മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കണം. 2ആയിട്ട് പിന്നി കെട്ടുവോ, 2ആയിട്ട് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കണം. ബ്ലാക്ക് കളറിലുള്ള ബാൻഡൊക്കെയാണ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ തലേദിവസവും കൂടെ പ്രിൻസിപ്പലിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. പെൺകുട്ടികളുടെ മുടിയൊക്കെ നല്ല നീറ്റായിട്ട് കെട്ടിക്കൊടുക്കണം, മുഖത്തേക്കൊന്നും മുടി കിടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഈ അവധിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴേ കുറച്ചും കൂടെ വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ തന്നെ ചിലപ്പോൾ ഒരുങ്ങിയൊക്കെ ചെല്ലുമല്ലോ. അപ്പോൾ അതൊന്നും വേണ്ട, മാക്സിമം നല്ല രീതിയിൽ വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പ്രേ ഒക്കെ മറക്കാതെ ഇവർ അടിച്ചോളും. മോക്കും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണും പുരികമൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ട്. പിന്നെ ചെറിയൊരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം രണ്ടുപേരും റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം മോള് ഡാൻസൊക്കെ കളിക്കുന്ന സമയത്ത് കുറച്ച് സമയം ഒന്ന് പറഞ്ഞു എന്നെ ഒന്ന് എടുത്തുകൊണ്ട് നിൽക്കാനൊക്കെ. പിന്നെ ഞാൻ അച്ഛൻ്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു. പിന്നെ അവിടുന്ന് ഇറങ്ങി വന്നിട്ടാണ് ഈ ഡാൻസ് കളി. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഹസ്ബൻഡിനുള്ള ചോറൊക്കെ വിളമ്പി ഞാൻ ചായയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഓട്ടോ വന്നത്. ഇപ്പോഴാണ് 9 മണിയായത്. വേഗം തന്നെ മക്കളെ നമുക്ക് കയറ്റി വിടാം. മോനാണെങ്കിൽ ബാഗൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. മോള് ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ധൃതി വെച്ചങ്ങ് ഇറങ്ങിപ്പോകും. ഇനിയിപ്പോൾ 3 മണി വരെ നമുക്കിവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കാം. കാരണം 3 മണിയാകും അവർ വരാൻ വേണ്ടി. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണേ. അപ്പോൾ പുട്ടും പയറും പപ്പടവുമാണ് നമ്മൾ എടുത്തത്. കടലക്കറിയൊന്നും എടുത്തിട്ടില്ല. ചായയും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ റെഡിയായൊക്കെ പോയി. ഇനി ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ, അതേ നല്ല മഴയാണ് പുറത്ത്. അപ്പം പുറത്തേക്ക് ഇറങ്ങിയുള്ള പണികളൊന്നും നടക്കുകയില്ല. ഇന്ന് ഗ്യാസ് വരും. അപ്പോൾ ഗ്യാസ് ഊറ്റി ഇതാ സൈഡിൽ മഴ നനഞ്ഞല്ല, ചെറുതായിട്ട് എറിച്ചിലടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതങ്ങോട്ടൊന്ന് എടുത്ത് മാറ്റി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്